കാർ ഓണേഴ്സ്. ഓക്കെ, എല്ലാവരും കാറ് അന്ന് വിൻ ചെയ്യുന്നവരായിട്ട് മാറാം. കാർ ഇല്ലാത്ത ഒരാൾ വേറെ ഒന്നുകൂടെ പറയാം, ഇതേ പ്രോഗ്രാം ഇനി സെപ്റ്റംബറിൽ നടക്കുമ്പോൾ കാർ ഇല്ലാത്തവർ ഈ പ്രോഗ്രാമിൽ വേണ്ട. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഔട്ട്. കാരണം നിങ്ങൾക്ക് അതിനുള്ള യോഗമില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. അപ്പൊ കാറില്ലാത്തവർ ഈ പ്രോഗ്രാമിൽ വരാൻ പാടില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാത്ത റിമൂവ് ചെയ്തല്ലോ. ഇതേപോലെ തന്നെ കാറില്ലാത്തവർ ഈ പ്രോഗ്രാമിലേക്ക് വരരുത്. കാരണം എന്താ, ഞങ്ങള് വില്ല നേടാൻ പോകുന്നവരാണ്. ആ വില്ല നേടാൻ വേണ്ടി പോകുമ്പോ കാറുള്ളവർക്ക് വില്ല കിട്ടും, കാറുള്ളവർക്ക് രണ്ടും കൂടി നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത്. ഒരു പക്ഷെ ഇന്നത്തെ സ്കോഡ് മീറ്റിംഗ് നിങ്ങളുടെ അവസാനത്തെ മീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാം ഒരു പക്ഷേ ലാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു തുടക്കമായിരിക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കുക. യെസ്, ഓക്കെ, റെഡി റെഡി അപ്പൊ തുടങ്ങില്ലേ അല്ലെ? എങ്ങനെ ഒരു കാറ് വാങ്ങാം ഗിഫ്റ്റ് ആയിട്ട് അല്ലെ? നമ്മൾ പറഞ്ഞു, ഇതൊരിക്കലും പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒന്നല്ല. നമ്മള് ഗിഫ്റ്റ് ആയിട്ട് നമ്മളൊരു കാറ് വാങ്ങിക്കാനുള്ള ആ ഒരു യാത്രയിലേക്കാണ് നമ്മളിത് പോകുന്നത്. യെസ്, ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിരങ്ങുന്ന നമ്മുടെ ചിന്തയിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, എങ്ങനെ കാർ. ഇതങ്ങട് ആ ഒരു ഇതില്ലെങ്കിൽ ഞാനില്ല. ഓക്കെ, ഇതില്ലെങ്കിൽ ഞാനില്ല. വേറെ ഒരു എക്സ്ക്യൂസുകളോ സൊല്യൂഷൻസോ ഒന്നും ഇതിനില്ല. ഒറ്റ ചിന്തയുള്ളൂ അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഇങ്ങനത്തെ പ്രോഗ്രാം നിങ്ങൾക്കറിയാം? ഈ പ്രോഗ്രാമുകൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ വോയിസ് ഒക്കെ ഇട്ടത് കേട്ടല്ലോ. അപ്പൊ അവിടെ ആ ക്ലബിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ക്ലബിൽ ജോയിൻ ചെയ്യാനായിട്ട് 2.5 ലക്ഷം പ്ലസ് GST കൊടുക്കണം. ഓക്കെ, ഞാൻ പഠിക്കുന്ന എന്റെ ക്ലബിൽ. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം, അങ്ങനെ പല ഗ്യാപ്പ് അവർ ഉയർത്തിക്കൊണ്ട് പോവാണ് ചെയ്യണം. ഇതില് ഞാൻ ആദ്യമായിട്ട് 2023 ഒക്ടോബർ 16 തീയതി ഒന്ന് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത് നടക്കാൻ അധികം സമയം വേണ്ട. 2023 ഒക്ടോബർ 16 തീയതി ഞാനൊരു ക്ലാസ്സിന് പോവുകയാണ്. ആ ക്ലാസ്സിൽ ചെല്ലുന്നു. രാവിലെ 9 മണിക്ക് പ്രോഗ്രാം തുടങ്ങി. രാത്രി 8 മണിക്ക് പ്രോഗ്രാം അവസാനിച്ച് തിരിച്ചു പോന്നപ്പോൾ ഞാനല്ലായിരുന്നു. ആ കേറിയ ഞാൻ അവിടെ വെച്ച് എന്നെ ഞാൻ കൊന്നു. ഞാൻ പുതിയൊരാളായിട്ട് പുറത്തു നടന്നത്. അന്ന് ആ പ്രോഗ്രാമിന് പോയപ്പോ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമുക്ക് അന്ന് 2023 ആരൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാം, സൂപ്പർ മാർക്കറ്റ്, ഫ്രാഞ്ചൈസി, ഇ-കോമേഴ്സ് അല്ലെ, കാറ്ററിംഗ്, ഈവന്റ് മാൻ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ ബിസിനസ്. എങ്കിൽ ഈ ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, ബിസിനസ് എങ്ങനെ കൂട്ടാം, ഇത് പഠിക്കാൻ വേണ്ടി പോയ ഞാൻ നവംബർ 16 തീയതി അതേ ഹോളിലേക്ക് വരുമ്പോ 18 സൂപ്പർ മാർക്കറ്റുകൾ അടച്ചു പൂട്ടി പുതിയൊരു പ്രൊജക്ട് അതേ ഹോളിൽ വെച്ച് ലോഞ്ച് ചെയ്തു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ അല്ലെ? നവംബർ 16. ആ രണ്ടും വലിയ ഗ്യാപ്പ് ഒന്നുണ്ട്. അതേ ഹോളില് ഒക്ടോബർ 16 തീയതി വന്ന ഞാൻ അതേ ഹോളിൽ തിരിച്ച് പുറത്തിറങ്ങിയപ്പോ വീണ്ടും നവംബർ 16 2023 അവിടെ വീണ്ടും ചെന്നു. അവിടെ ചെന്നത് സൂപ്പർ മാർക്കറ്റ് വിൽക്കാനല്ല, അവിടെ ഒന്ന് ചെന്നത് ഇ-കോമേഴ്സ് വിൽക്കാനല്ല, നമ്മുടെ പുതിയ പ്രൊജക്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അന്ന് 2023 മൺസൂൺ എംപ്രസിന്റെ എത്ര പേര് ഉണ്ട്? യെസ് അല്ലെ? വളരെ കുറച്ച് പേരേ ഉള്ളൂ. യെസ്, 50 പേരോടൊന്നും കൂടി ഉണ്ടെന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചത് അവിടെ അല്ലെ? നമ്മൾക്ക് സക്സസ് ആവാനായിട്ട് പ്രൊജക്റ്റോ പ്രൊഡക്റ്റോ ഒരു തടസ്സമല്ല. റൈറ്റ്? നമ്മൾ എന്താവണം, അത്രയേ ഉള്ളൂ. നമ്മൾ വിൽക്കുന്നത് എന്തോ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് അന്ന് കാണിച്ചു തന്നു. കാരണം 1999 തുടങ്ങിയ ഹോട്ടൽസ്, കാറ്ററിംഗ്, ഈവന്റ് മാനേജ്മെന്റ്, അതിനുശേഷം സൂപ്പർ മാർക്കറ്റുകൾ, അതിനുശേഷം തുടങ്ങിയ ഈവന്റ് മാനേജ്മെന്റ് ഇ-കോമേഴ്സ് കമ്പനി, ഇതെല്ലാം ഒരൊറ്റ ദിവസം
നിർത്താനുള്ള ചങ്കൂറ്റം കാണിച്ചു. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇപ്പൊ ചെയ്യുന്ന പണി നിർത്താനുള്ള ചങ്കൂറ്റം വേണം. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അതിന് പിന്നാലെ പോകരുത്, അല്ലെ? ഒരു കാര്യം ചെയ്യുന്നു, പ്രത്യേകിച്ച് റിസൾട്ട് എന്തിനാ? അവിടെ എന്തുണ്ട്? ആ ഒരു 2023 നവംബർ 16 ലോഞ്ച് ചെയ്തപ്പോ അന്ന് ആ പ്രോഗ്രാമിൽ 350 പേരുണ്ടായിരുന്നു. ഇന്ന് 300 പേര് അന്ന് വന്നവരിൽ ഇല്ലെന്നേ. ആ 300 പേരിൽ എവിടൊക്കെയോ അല്ലെ ആർക്കും വേണ്ട അനാഥപ്രായങ്ങൾ അലയുന്നുണ്ട്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന 50 പേരെവിടെ? അതാണ് ചോദ്യം. ക്ലിയർ? അപ്പൊ അന്ന് ആ പ്രോഗ്രാമിൽ ചെന്നപ്പോ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പ്രോഗ്രാം തുടങ്ങിയപ്പോ എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ സൂട്ട് കേസ് ഉണ്ട്. നിങ്ങൾ ഇന്നിവിടെ അടച്ച ഫീസ് 10,000 പ്ലസ് GST ആണ്. നിങ്ങൾ ഇന്ന് പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഉണ്ടാക്കാം. അടുത്തൊരു കൊല്ലം കൊണ്ട് നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റും. 2, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് എന്നെയും ഇഷ്ടപ്പെട്ടെങ്കിൽ പോകാൻ നേരത്ത് എന്റെ കയ്യിൽ വേറൊരു സൂട്ട് കേസ് ഉണ്ട്, അതിന് 1 കോടിയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഞാൻ തരാം. പക്ഷെ 2 ലക്ഷം GST എനിക്ക് തരണം. ഞാൻ ചിന്തിച്ചത് 10,000 രൂപ കൊടുത്ത് 10 ലക്ഷം വാങ്ങിക്കണോ, 2 ലക്ഷം GST കൊടുത്ത് 1 കോടി വാങ്ങിക്കണോ? നിങ്ങളാണ് എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് എങ്ങനെ ഫീസ് വെച്ചിട്ട് വരാതിരിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രോഗ്രാമിൽ ഒരു ബ്രേസ്ലെറ്റോ വെച്ചാൽ മതി, അയ്യോ സാറേ എന്റെ കയ്യിൽ കാശില്ല, ഞങ്ങൾ 2 ആണ്ട് ഒരാൾ വന്നോട്ടെ, ഇതൊക്കെ പറയുന്ന എത്ര പേരുണ്ട്? അന്ന് ഞാൻ കാണിച്ചൊരു ചക്കൂട്ട് എന്താണെന്നറിയാം? 2 ലക്ഷം കൊടുത്ത് ആ സൂട്ട് കേസുമായി പോയി. ആ സൂട്ട് കേസുമായിട്ട് പോയ ഞാൻ മാർച്ച് വെറും 5 മാസങ്ങൾ കഴിഞ്ഞപ്പോ ആ സൂട്ട് കേസിന് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പറഞ്ഞ 1 കോടി രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്.